ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീംസ് വിത്ത് മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഉപ്പുമാവ് എല്ലാവർക്കും അറിയാവുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പക്ഷേ ഇവിടെ ഞാൻ കാണിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നൊരു രീതിയാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ റവ ഞാനൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വറുത്ത റവയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു നമ്മൾ ഇടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഈ റവയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോയി തീരുന്നവരെ ഒന്ന് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കാറുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1-2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കും. റവയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലിരുന്ന് തന്നെ നമ്മളുടെ റവ ഒന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു പാനിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉഴുന്നുപരിപ്പും കൂടെ തന്നെ ഈ പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന നമ്മൾ വെറുതെയൊക്കെ കഴിക്കുന്ന പൊട്ടുകടല ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. കൂടെ തന്നെ കുറച്ച് പൊടിച്ച് തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് നിർബന്ധമില്ല, ഞാൻ ഉണ്ടാക്കുമ്പോൾ സാധാരണ രീതിയിൽ ചേർക്കാറില്ല. ഇതിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് മാത്രം ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2-3 ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് പോകണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തത്. അപ്പോൾ അതിന് 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. ഈ ഒരു ടൈമിൽ നന്നായിട്ട് ഫ്ലെയിം കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളക്കണമല്ലോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യ് ചേർക്കുന്നത്. കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇങ്ങനെ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ നമ്മളുടെ ഉൾഭാഗം കുറച്ച് സോഫ്റ്റ് ആയും പുറത്ത് കുറച്ച് ഒരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്നൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അതിനുശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വിട്ട് കിടക്കുന്ന ഉപ്പുമാവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ്, ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഉപ്പുമാവിന് കോമ്പിനേഷനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പപ്പടമാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.